വെളുത്തുള്ളിയും ഉള്ളിയും ഒന്നും ചേർക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തക്കാളി കറി ഉണ്ടാക്കാം ഇന്ന്. പണ്ട് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ കല്യാണ തലേന്ന് ഒരു അയലക്കറി ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും ഇതിന്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 4 മീഡിയം സൈസ് തക്കാളിയാണ്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂൺ ഉണ്ടാകും. പിന്നെ ഒരു മീഡിയം എരിവുള്ള പച്ചമുളക്, അതൊന്ന് നീളത്തിൽ കീറിയിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് കുക്കായി അതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 10-15 സെക്കൻഡ്സേ എടുക്കുള്ളൂ. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പുളിയുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണേ. പുളിയുള്ള പഴുത്ത തക്കാളി ആയിരിക്കാൻ ശ്രദ്ധിക്കണേ. ഈ കറിക്ക് അതാണ് നല്ല ടേസ്റ്റ് തരിക. കൂടെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വഴറ്റുമ്പോൾ തക്കാളി പെട്ടെന്ന് കുക്കാവാൻ അത് ഹെൽപ്പാവും. ഒരു 10-15 സെക്കൻഡ് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതാ ഇപ്പം തന്നെ അതിനകത്തുനിന്ന് ജ്യൂസ് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റിന് ശേഷം അടപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞ് കലങ്ങിയിട്ടില്ല. ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 മസാലപ്പൊടികളാണ്. ഒന്നാമത്തേത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുക്കാം. രണ്ടാമത്തേത് ചുമന്ന മുളക് പൊടി എരിവുള്ളത് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ എടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത ശേഷം ഒരു 10 സെക്കൻഡ് നേരം വഴറ്റി കൊടുക്കാം, അതൊന്ന് കുക്കാവാൻ വേണ്ടി. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ചിരകിയ തേങ്ങ എടുക്കാം നമുക്ക്. ഇതിലേക്ക് വേറെ കൂട്ടൊന്നും ചേർക്കാതെ തേങ്ങ തനിയെ നന്നായി മഷി പോലെ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കേണ്ട. കുറച്ച് അടിയിൽ നിന്ന് കുറച്ച് ബബിൾസ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും മഞ്ഞളിൻ്റെ നിറവും മുളക് പൊടിയുടെ നിറവും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇതാ ഇപ്പോൾ അടിയിൽ നിന്ന് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയിലേക്ക് മഞ്ഞളും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചും കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു 5-6 സെക്കൻഡ് ആവുമ്പോഴേക്കും അത് രണ്ടും പാകമായി കിട്ടും. കരിയാതെ നോക്കണേ. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ വാങ്ങി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ടൊമാറ്റോ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.